പൊതുജനങ്ങളെ ഭിക്ഷാടകരെന്ന് അധിക്ഷേപിച്ച ബി.ജെ.പി. നേതാവും മധ്യപ്രദേശ് മന്ത്രിയുമായ പ്രഹ്ലാദ് പട്ടേൽ പൊതുജനങ്ങൾ നൽകുന്ന നിവേദനങ്ങളെയാണ് ഭിക്ഷാടനമെന്ന് മന്ത്രി വിശേഷിപ്പിച്ചത്. സർക്കാരിൽ നിന്ന് യാചിക്കുന്ന ശീലമാണ് പൊതുജനങ്ങൾക്കെന്നും മന്ത്രി പറയുകയാണ്. സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സ്വാതി, ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. ആ തെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധികളെ ഒക്കെ തന്നെ ജനങ്ങൾ തന്നെയാണ് അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വിവാദമായിട്ടുള്ള പ്രസ്താവന ഉണ്ടാകുന്നത്. എന്താണ് മന്ത്രി പറയുന്നത്? ആതിര, മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിൽ വീരാംഗന റാണി അവന്തിഭായ് ലോധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു ഇത്തരത്തിൽ ബി.ജെ.പി. നേതാവും മധ്യപ്രദേശ് മന്ത്രിയുമായിട്ടുള്ള പ്രഹ്ലാദ് പട്ടേലിന്റെ ഒരു വിവാദ പരാമർശം ഉണ്ടാകുന്നത്. മധ്യപ്രദേശ് പഞ്ചായത്ത് വകുപ്പ് അല്ലെങ്കിൽ ഗ്രാമവികസനം കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ്. സർക്കാരിൽ നിന്ന് യാചിക്കുന്ന ഒരു ശീലം ആളുകൾ വളർത്തിയെടുത്തിട്ടുണ്ടെന്നും നേതാക്കൾക്ക് ഒരു കൂട്ടം നിവേദനങ്ങളുമായാണ് ഈ പൊതുജനങ്ങൾ വേദിയിൽ അടക്കം കടന്നു വരുന്നത് എന്നുള്ള ഒരു വിവാദ പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് വിവിധ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് അടക്കമുയരുന്നത്. ബി.ജെ.പിയുടെ ദാർഷ്ട്യമാണ് ഇത്തരത്തിൽ പൊതുജനങ്ങളെ യാചകരെന്ന് വിളിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതെന്നും കഷ്ടപ്പെട്ടവരുടെയും പ്രതീക്ഷകളെയും കണ്ണീരുമാണ് മന്ത്രി ഇത്തരത്തിൽ അപമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ തെറ്റായ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം മറക്കുന്ന സ്ഥിതിയിലേക്കായി ബി.ജെ.പി. നേതാക്കളും മന്ത്രിമാരും പോകുന്നു എന്നുള്ളത് വേദനാജനകമാണെന്നും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ആശങ്കാജനകമായ ഒരു പ്രതികരണം തന്നെയാണ് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് ബി.ജെ.പി. നേതാവായ പ്രഹ്ലാദ് പട്ടേൽ. ആതിര, സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു പരാമർശം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ വഴിവെക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളെയാണ് ഇത്തരത്തിൽ ഭിക്ഷാടകരെന്ന് വിളിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും ആതിര, ഈ പൊതുജനങ്ങളുടെ നിവേദനങ്ങളെയാണ് ഭിക്ഷാടനം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾ വേദിയിൽ കയറി വന്നുകൊണ്ട് ഈ നേതാക്കന്മാർ വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നതിന് പകരം ഒരു കൂട്ടം നിവേദനങ്ങളുമായി വരുന്നു എന്ന തരത്തിലാണ് ഒരു ആക്ഷേപം പൊതുജനങ്ങൾക്കെതിരെ ഉയർത്തിയിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു നല്ല ശീലമല്ല, നല്ല ശീലമായി ഇതിനെ വളർത്തിയെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ യാചക സൈന്യം എന്നാണ് ഈ പൊതുജനങ്ങളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സമൂഹം ദുർബലപ്പെടുകയാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സൗജന്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് സമൂഹത്തെ ശക്തിപ്പെടുന്നതിന് പകരം ദുർബലപ്പെടുത്തുകയുള്ളൂ എന്നുള്ള അഭിപ്രായം കൂടി അയാൾ ആ വേദിയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരു മന്ത്രിയിൽ നിന്നും പ്രത്യേകിച്ചും ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ബി.ജെ.പിയുടെ ദാർഷ്ട്യം തന്നെയാണ് ഈ പരാമർശത്തിലൂടെ തെളിയുന്നത് എന്നുള്ള പ്രതികരണങ്ങളാണ് ഇതിനോടകം വന്നിട്ടുള്ളത്. എന്തായാലും വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഈ മന്ത്രിക്കെതിരെയും ബി.ജെ.പി. നേതാക്കൾക്കെതിരെയും ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ആതിര, ശരി, വ്യക്തമാണ്. സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.